Here you can see some sequences. First is 1, 2, 3, 4, etc. It's a very simple sequence. It's an infinite sequence. 20, 25, 30, 35, etc. It is an infinite sequence. 1, 3, 5, 7 is the sequence of the first 4 odd numbers. It's a finite sequence. 4, 3, 2, 1 is 4 to 1 backwards. It's a sequence. It's a finite sequence. 1, 2, 4, 8, 16, etc. It's an infinite sequence where every term doubles. A, B, C, D, E. It's a sequence of the first 5 letters alphabetically. It's a finite sequence. A, P, P, L, E is the sequence of letters in the word apple. 0, 1, 0, 1, etc. It's a sequence of alternating zeros and ones. So, ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് സീക്വൻസ് പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫൈനൈറ്റ് സീക്വൻസ് ആൻഡ് ഇൻഫൈനൈറ്റ് സീക്വൻസ്. Finite sequence means a sequence containing finite number of terms is called a finite sequence. For example, 1, 3, 5, 7. Total 4 എണ്ണം ടേംസ് ആണ് ഈ സീക്വൻസിലുള്ളത്. ഒരു എണ്ണം നമുക്ക് പറയാൻ കഴിയും എത്ര ടേംസ് ഉണ്ട് ആ ഒരു സീക്വൻസിൽ. അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. 4, 3, 2, 1 എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ഓക്കെ, എ ബി സി ഡി ഇ. സോ എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ആണുള്ളത്. എ പി പി എൽ ഇ 5 ടേംസ് ആണുള്ളത്. അപ്പോൾ ഒരു കറക്റ്റ് എണ്ണം എത്ര മെമ്പേഴ്സ് എത്ര ടേംസ് ഒരു സീക്വൻസിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയുമെങ്കിൽ ആ സീക്വൻസിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. Otherwise, the sequence is called infinite sequence. A sequence is called infinite if it is not a finite sequence. 1, 2, 3, 4, etc. It's an infinite sequence. 20, 25, 30, 35, etc. It's an infinite sequence. മനസ്സിലായല്ലോ? സോ സീക്വൻസ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. എക്സാമ്പിൾസ് ക്ലിയർ ആയിട്ടുണ്ടാവും. സീക്വൻസിൽ തന്നെ രണ്ട് ടൈപ്പ് സീക്വൻസ് വരാം. ഇൻഫൈനൈറ്റ് സീക്വൻസും ഫൈനൈറ്റ് സീക്വൻസും. സീക്വൻസിലെ പ്രത്യേകതകളും കൂടെ ഓർക്കുക. സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ടേംസ് റിപ്പീറ്റ് ചെയ്യാം. ടേംസ് ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് എഴുതുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സീക്വൻസിനെ നമ്മളിനി ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. സീക്വൻസ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫങ്ഷൻ. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ഫങ്ഷൻ എന്താണ്. വാട്ട് ഡു യു മീൻ ബൈ എ ഫങ്ഷൻ? എ ഫങ്ഷൻ ഈസ് എ റിലേഷൻ ഡിഫൈൻഡ് ഫ്രം എ സെറ്റ് ടു another set such that every element of first set has one and only one image in second set. So അങ്ങനെയാണെങ്കിൽ സീക്വൻസിനെ എങ്ങനെ ഒരു ഫങ്ഷൻ ആയിട്ട് പറയും? സോ ഇവിടെ ഈ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4 etc. നമുക്കറിയാം ഫസ്റ്റ് ടേം is equal to 1. Second term is equal to 2. Third term is equal to 3. അങ്ങനെ പോകും. അതേപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 20, 25, 30, 35 എന്ന സീക്വൻസിൽ ഫസ്റ്റ് ടേം 20 ആണ്. സെക്കൻഡ് ടേം 25 ആണ്. തേർഡ് ടേം 30 ആണ്. അങ്ങനെ പോകും. അപ്പം നമുക്കറിയാം 1 എന്ന പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ ഒരു ടേം ഉണ്ടാകുന്നു. 2 എന്ന പൊസിഷന് കറസ്പോണ്ടിങ് ആയി ഒരു ടേം ഉണ്ട്. 3 എന്ന പൊസിഷന് കറസ്പോണ്ടിങ് ആയി ഒരു ടേം ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. സോ ഇത് പൊസിഷൻ. This is the particular term. First term, second term, third term. That is, we know that we can denote the first term by A1, second term by A2, third term by A3. So here in the first example, first term A1 is equal to 1, A2 is equal to 2, A3 is equal to 3. Second example, A1 is 20, A2 is 25, A3 is 30. So ഇവിടെ പൊസിഷൻ എടുക്കുമ്പോൾ
എല്ലാ പൊസിഷനിലും 1, 2, 3, 4 എല്ലാ പൊസിഷനിലും കറസ്പോണ്ടിങ് ആയിട്ട് ടേംസ് കിട്ടും. സോ നമുക്ക് ഫങ്ഷൻ ആയിട്ട് പറയുവാണെങ്കിൽ we take the domain as the set of natural numbers 1, 2, 3, 4 etc. ഓക്കെ, കാരണം പൊസിഷൻ പറയുമ്പോൾ ഒരിക്കലും അത് 0 പൊസിഷൻ എന്ന് വരില്ല, നെഗറ്റീവ് പൊസിഷൻ വരില്ല. സോ നാച്ചുറൽ നമ്പേഴ്സ് ആണ് പൊസിഷനായിട്ട് നമ്മൾ പറയും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ 1 ഉണ്ട്, സെക്കൻഡ് പൊസിഷനിൽ 2 ഉണ്ട്, തേർഡ് പൊസിഷനിൽ 3 ഉണ്ട്, ഫോർത്ത് പൊസിഷനിൽ 4 വരും, അങ്ങനെ പോകും. ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് പൊസിഷൻ നമ്മൾ ഡൊമൈൻ ആയിട്ട് എഴുതുന്നു, കോഡൊമൈൻ ആയിട്ട് നമ്മൾ ടേമുകൾ എഴുതുന്നു, ദാറ്റ് ഈസ് ഇമേജസ്. ഓക്കെ, 20, 25 ഇമേജസ് മാത്രം എഴുതിയാൽ 1ന് കറസ്പോണ്ടിങ് ആയി 20, 2ന് കറസ്പോണ്ടിങ് ആയി 25, 3ക്ക് കറസ്പോണ്ടിങ് ആയി 30, അങ്ങനെ പോകും. സോ നമുക്ക് കാണാം every element of the domain has one and only one image in the second set codomain. So we can say that a sequence is a special kind of function whose domain is the set of natural numbers and the range of the sequence is the collection of terms that make up the sequence. So that's why we are saying a sequence is a special kind of function. So function എന്ന് പറയുമ്പോൾ you have to say the domain of the sequence, domain of the function is the set of natural numbers ആണ്. Range എന്താണ്? Range is the collection of terms that make up the sequence. So 25, 20, 25, 30, 35 എന്ന സീക്വൻസിൽ ഇതിനൊരു ഫംഗ്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ the domain is the set of natural numbers. That means set of natural numbers indicating the position of the terms. ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് ടേംസ് ഉണ്ട്. 1 to 20 means 1 is the position of the term 20 in the sequence. 2 is the position of the term 25 in the sequence. 3 is the position of the term 30 in the sequence. അങ്ങനെ. Okay, so we can define a sequence. A sequence is a special kind of function whose domain is the set of natural numbers. The range of a sequence is the collection of terms that make up the sequence. Clear ആയല്ലോ? ഇനി നമുക്ക് നേരത്തെ കണ്ട സീക്വൻസിലെ ടേംസ് എന്താണ്, ജനറൽ ടേം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സിലേക്ക് പോകാം. The various numbers occurring in a sequence are called its terms. Elements, members എന്നൊക്കെ പറയാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ടേംസ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യം എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ 3, 5, 7, 9 എക്സെട്ര. സോ ഇവിടെ ഓരോ നമ്പേഴ്സിനെ നമ്മൾ പറയുക ടേംസ് എന്നാണ്. പക്ഷെ ഇവിടെ ആ ഓരോ ടേമിനും അതിൻ്റെ പൊസിഷൻ കൂടെ ചേർത്താണ് നമ്മൾ പറയുക. 3 is the first term, 5 is the second term, 7 is the third term, അങ്ങനെ. ഓക്കെ, now the nth term is the rule. ഓക്കെ, നമുക്ക് ഈ ഒരു സീക്വൻസിലെ ഏത് പൊസിഷനിലെ ടേം ഏതാന്ന് അറിയണമെങ്കിൽ നമ്മൾ nth ടേം ആണ് കാണുക. The nth term is called the general term of the sequence. The general termനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് an എന്നാണ്. ഫസ്റ്റ് ടേമിന് a1, സെക്കൻഡ് ടേമിന് a2, അങ്ങനെ. സോ nth ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന an എന്നാണ്. ഈ anൽ സബ്സ്ക്രിപ്റ്റ് n എന്ന് പറയുന്നത് പൊസിഷനാണ്. an എന്ന് പറയുന്നത് ടേമും n എന്ന് പറയുന്നത് പൊസിഷനുമാണ്. ഓക്കെ, now the sequence containing finite number of terms is called a finite sequence. A sequence is called infinite if it is not a finite sequence. അതും ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. മുകളിൽ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ 3, 5, 7, 9 എക്സെട്ര എന്ന് പറഞ്ഞാൽ that is an infinite sequence. എത്ര മെമ്പേഴ്സ്, എത്ര ടേംസ് ഉണ്ട് ആ സീക്വൻസിൽ എന്ന് നമുക്ക് എണ്ണി പറയാൻ കഴിയില്ല. ആ സീക്വൻസിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. Suppose we are writing the sequence 3, 5, 7, 9. We stop here. Okay, so അങ്ങനെയാണെങ്കിൽ we can say that it's a finite sequence of 4 terms. 4 terms ഉള്ള ഒരു സീക്വൻസ് ആണെന്ന് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ that is finite sequence.